ഇത് കണ്ടോ, ഒരു അത്ഭുതം! സീറോ മലബാർ സഭയുടെ ഒരു മഹാ ഇടയൻ ചുമക്കുന്ന കൂറ്റൻ കുരിശ്. കുരിശിന്റെ ഭാരം താങ്ങാൻ കഴിയാതെ യേശു 3 വട്ടം വീണു. പക്ഷേ യേശു എടുത്ത കുരിശിനേക്കാൾ ഇരട്ടി ഭാരമെങ്കിലും തോന്നിക്കുന്ന ഈ കൂറ്റൻ കുരിശ് എത്ര നിഷ്പ്രയാസമാണ്, എത്ര അനായാസമാണ് ഒരു അഭ്യാസിയെ പോലെ ഈ മെത്രാൻ ചുമക്കുന്നത്. ഒരു തുള്ളി വിയർപ്പ് പൊടിഞ്ഞിട്ടില്ല. എന്തായിരിക്കും ഇതിന്റെ രഹസ്യമെന്ന് ആരോടും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. എന്തിനാണ് പാമ്പ്ലാനി ഈ ഫാൻസി ഡ്രസ്? ഒരു കൊന്തയിലെ കുരിശ് പോലെ ചെറുതാണെങ്കിലും എടുക്കാവുന്ന ഒരു കുരിശെടുത്താൽ അതിലൊരു നേരുണ്ട്. കാണുന്നവർക്ക് ഇത്തിരിയെങ്കിലും ബഹുമാനവും തോന്നും. തെർമോക്കോൾ പോലെയുള്ള ഏതോ വസ്തുവിന്റെ ഈ പൊള്ള കുരിശ് യഥാർത്ഥത്തിൽ താങ്കളുടെ നേതൃത്വത്തിന്റെയും ആത്മീയ പൊള്ളത്തരത്തിന്റെയും ചിത്രമാണ് വെളിവാക്കുന്നത്. എന്തായാലും പാമ്പ്ലാനി, നിങ്ങളൊരു സത്യം പറഞ്ഞതിൽ സന്തോഷിക്കുന്നു. കർത്താവിനെ മറന്ന് സഭയ്ക്കെതിരായി എടുക്കുന്ന സകല നിലപാടുകളും സാത്താന്റെ നിലപാടുകളാണ് എന്ന് താങ്കളെ കൊണ്ട് പറയിച്ചത് കർത്താവ് തന്നെയാണ്. ആരാണ് ഈ സഭയിലെ സാത്താന്മാരുടെ നേതാവ് എന്ന് കൃത്യമായി കാണിച്ചു തരാൻ ദൈവം തക്ക സമയത്ത് നിങ്ങളെ ഉപയോഗിച്ചല്ലോ. നായയുണ്ട്, സൂക്ഷിക്കുക. രാഷ്ട്രീയക്കാർക്ക് പ്രവേശനമില്ല, പിരിവുകാർക്ക് പ്രവേശനമില്ല, സ്ത്രീകൾക്ക് പ്രവേശനമില്ല, ഭിക്ഷ കൊടുക്കുന്നതല്ല, കടം കൊടുക്കുന്നതല്ല എന്നൊക്കെ ചില വീടുകളുടെയോ സ്ഥാപനങ്ങളുടെയോ കടകളുടെയോ ഒക്കെ മുൻപിൽ എഴുതി തൂക്കിയിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ സീറോ മലബാർ സഭയുടെ സ്ഥിരാകേന്ദ്രമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലും ആസ്ഥാന ദേവാലയമായ സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിലും തൂക്കാവുന്നതും ഭാവിയിൽ തൂക്കാൻ സാധ്യതയുള്ളതുമായ ഒരു അറിയിപ്പുണ്ട്. സത്യവിശ്വാസികൾക്ക് പ്രവേശനമില്ല, സഭാദ്രോഹികൾക്ക് മാത്രം പ്രവേശനം. ഈ ദുഃഖവെള്ളിയാഴ്ച സത്യവിശ്വാസികൾക്കുണ്ടായ അനുഭവത്തിൽ നിന്നാണ് ഇത് പറയുന്നത്. വൺ ചർച്ച് വൺ കുർബാന കൂട്ടായ്മയുടെ സാരഥികളിൽ ഒരാളായ ക്യാപ്റ്റൻ ടോം ജോസഫ് ഏതാനും ദിവസം മുൻപ് മൗണ്ട് സെന്റ് തോമസിലെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ കൂരിയായിലേക്ക് ഫോൺ ചെയ്തു. ആരും എടുത്തില്ല. മേജർ ആർച്ച് ബിഷപ്പിന്റെ സെക്രട്ടറി ഫാദർ സനൽ മാളിയേക്കലിന് ടോം സന്ദേശം അയച്ചു. ഞാൻ വൺ ചർച്ച് വൺ കുർബാനയുടെ ഒരു ഭാരവാഹിയാണ്. ടോം എന്നാണ് പേര്. ഞങ്ങൾ ദുഃഖവെള്ളിയാഴ്ച അവിടേക്ക് കുരിശിന്റെ വഴി നടത്തുന്നുണ്ട്. അവിടുത്തെ ചാപ്പലിൽ പ്രാർത്ഥനയോടുകൂടി സമാപനം എന്നാണ് ഉദ്ദേശം. സനൽ മറുപടി കൊടുത്തു, നിങ്ങൾ PRO ടോം ഓലിക്കരോട്ടിനെ വിളിക്കൂ. അദ്ദേഹത്തിന് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ കഴിയും. ക്യാപ്റ്റൻ ടോം സ്വയം പരിചയപ്പെടുത്തിയ ശേഷം ഫാദർ ടോമിനോട് പറഞ്ഞു, സഭ നിർദ്ദേശിച്ച കുർബാന നടക്കാത്തത് കൊണ്ട് സ്വന്തം ഇടവക പള്ളിയിലെ കർമ്മങ്ങൾക്ക് പോകാത്തവരും അതിൽ വേദന അനുഭവിക്കുന്നവരുമായ ആയിരക്കണക്കിന് വിശ്വാസികൾ ഓരോ ഇടവകയിലും ഉണ്ടെന്ന് അച്ഛൻ അറിയാമല്ലോ. അങ്ങനെയുള്ളവരുടെ ഒരു കൂട്ടായ്മയാണ് വൺ ചർച്ച് വൺ കുർബാന. എറണാകുളം അങ്കമാലി രൂപതയിലെ എല്ലാ ഇടവകകളിൽ നിന്നുമുള്ള വിശ്വാസികൾ ഈ കൂട്ടായ്മയിലുണ്ട്. ഞാൻ അതിന്റെ ഒരു ഭാരവാഹിയാണ്. ഞങ്ങൾ ഈ ദുഃഖവെള്ളിയാഴ്ച മൗണ്ട് സെന്റ് തോമസിലേക്കാണ് കുരിശിന്റെ വഴി പരിഹാര പ്രദർശനം നടത്തുന്നത്. അതിന്റെ സമാപനത്തിൽ ബഹുമാനപ്പെട്ട മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ ഒരു സന്ദേശം നൽകിയാൽ കൊള്ളാം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സാധിക്കുമോ? ഫാദർ ടോം ഓലിക്കരോട്ട് മറുപടി കൊടുത്തു, മേജർ ആർച്ച് ബിഷപ്പ് അന്ന് തിരക്കിലാണ്, സ്ഥലത്തുണ്ടാവുകയില്ല. കൂരിയ അംഗങ്ങളും സ്ഥലത്തില്ല. അതുകൊണ്ട് താങ്കളുടെ ഈ നിർദ്ദേശം അംഗീകരിക്കാൻ കഴിയില്ല. വേണമെങ്കിൽ താങ്കൾക്ക് ചാൻസലർ അച്ഛനെ ബന്ധപ്പെടാം. ക്യാപ്റ്റൻ ടോം ജോസഫ് ചാൻസലർ ഫാദർ എബ്രഹാം കാവിൽപുരയിടത്തിന് സന്ദേശം അയച്ചു. അങ്ങാടി സൂപ്പർ മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്ന് മൗണ്ട് സെന്റ് തോമസിലേക്ക് കുരിശിന്റെ വഴിയുടെ പ്രദക്ഷിണം നടത്താൻ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷവും ഞങ്ങൾ അത് ചെയ്തിരുന്നു. അന്ന് നിങ്ങളുടെ ഗേറ്റിന് കാവൽ നിൽക്കുന്ന 2 ട്രക്ക് പോലീസാണ് ഞങ്ങളെ നേരിട്ടത്. സിനഡിനും സഭയ്ക്കും പരിശുദ്ധ സിംഹാസനത്തിനും ഉറച്ച പിന്തുണ നൽകുന്ന സീറോ മലബാർ വിശ്വാസികളായിരിക്കും ഇതിൽ പങ്കെടുക്കുക. കാരണം അവരുടെ ഇടവകകളിൽ ഏകീകൃത കുർബാന ലഭിക്കാത്തതിനാൽ ഇടവകയിലെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിൽ അവർക്ക് സന്തോഷമില്ല. അതുകൊണ്ട് കൂരിയയിലെ ചാപ്പലിൽ കുരിശിന്റെ വഴി അവസാനിപ്പിച്ച് പ്രാർത്ഥിക്കാൻ അനുവദിക്കണം. കൂടിയാൽ അരമണിക്കൂർ നേരം. ഇതൊരു പ്രതിഷേധമല്ല. പ്ലക്കാർഡുകളോ ഇല്ലെന്ന് ഞാൻ ഉറപ്പു തരുന്നു. പ്രദക്ഷിണത്തിന് ശേഷം പങ്കെടുക്കുന്നവർക്ക് കഞ്ഞി നൽകുന്നതാണ്. ഞങ്ങളുടെ ഈ വരവിൽ പേടിച്ച് നിങ്ങൾ പോലീസ് സന്നാഹത്തെ കരുതേണ്ട എന്നും വിനീതമായി അറിയിക്കുന്നു. കാവിൽപുരയിടം പറഞ്ഞു, കൃത്യമായ കൂടിയാലോചനകൾക്ക് ശേഷം കൂരിയയുടെ സ്വഭാവം കണക്കിലെടുത്ത് നിങ്ങളുടെ അപേക്ഷ സ്വീകരിക്കാൻ കഴിയില്ലെന്ന് ഞാൻ നിങ്ങളെ ഖേദപൂർവ്വം അറിയിക്കുന്നു. കൂരിയ ചാപ്പൽ ഒരു ഇടവക പള്ളിയല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കാക്കനാട് ഇടവക പള്ളിയെ സമീപിക്കാം. ടോം വീണ്ടും മറുപടി അയച്ചു, നിങ്ങൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഒരു കപ്പേളയാണല്ലോ. അവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന സാധാരണ വിശ്വാസികളെ എന്തിനാണ് നിങ്ങൾ എതിർക്കുന്നത്? അതും ഇത്രയും വലിയൊരു പുണ്യദിനത്തിൽ. ഇത്തരം തീരുമാനങ്ങളിലൂടെ സഭയിലെ സ്ഥിതിഗതികൾ നിങ്ങൾ വഷളാക്കുകയല്ലേ ചെയ്യുന്നത്? ഫാദർ മറുപടി കൊടുത്തു, കൃപ നിറഞ്ഞ ഒരു ആഴ്ച ആശംസിക്കുന്നു. ആ മറുപടിയിൽ അത് അവസാനിച്ചു. അതാണ് കൃപ. കുരിശിന്റെ വഴി പ്രദക്ഷിണം മൗണ്ട് സെന്റ് തോമസ് എത്തിയപ്പോൾ
ചങ്ങലയും താഴുമിട്ട് പൂട്ടി കാവൽക്കാർ നിൽക്കുന്ന ഗേറ്റിന് മുന്നിൽ അത് അവസാനിച്ചു. നമ്മൾ ഒരൊറ്റ ആവശ്യമേ ഉള്ളൂ, എല്ലാ മറ്റ് രൂപതകളിൽ നടപ്പായതുപോലെ ഏകീകൃത കുർബാന നമ്മുടെ പള്ളികളിൽ നടപ്പാക്കണം. ആ നടപ്പാക്കണമെന്ന് പറയുന്നത് കൊണ്ട് അങ്ങനെ ഒരു ഏകീകൃത കുർബാന അർപ്പിച്ചതോട് ഇവർക്ക് യാതൊരുവിധ ക്ഷീണവും ഉണ്ടാകില്ല എന്ന് ഓർക്കണം. പിന്നെ വെറും ദുർവാശിയാണ്. ആ ദുർവാശിക്ക് പാമ്പ്ളാനി മെത്രാപ്പോലീത്തയും തട്ടിൽ അത്യുന്നത മെത്രാപ്പോലീത്തയും ഒക്കെ കൂട്ടുകൂടുന്നതും അവർക്ക് വളം വെച്ചു കൊടുക്കുന്നതും അത്യന്തമായ അപരാധമാണ്. ആവശ്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് കഴിയുമെങ്കിൽ നമ്മളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഈ മതബല മേലധ്യക്ഷന്മാരുടെ കണ്ണുകൾ തുറക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കുരിശുമായി ഇവിടെ എത്തിച്ചേർന്ന വിശ്വാസികളെ ഹാർദമായി അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇതേ സാഹചര്യം ഓർക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇതേ സാഹചര്യത്തിൽ നമ്മൾ കുരിശിന്റെ വഴിയുമായി ഇങ്ങോട്ട് വന്നപ്പോ നമ്മളെ സ്വീകരിച്ചത് നൂറുകണക്കിന് പോലീസുകാരും കാക്കിധാരികളും പോലീസ് വണ്ടിയും ജീപ്പുകളും ഒക്കെയാ. ആ സ്ഥാനത്ത് ഇന്ന് നമ്മളെ സ്വീകരിക്കുവാൻ പോലീസുകാരില്ല, ഇടിവണ്ടികളില്ല, നൂറുകണക്കിന് പോലീസ് അധികാരികളില്ല. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, യഥാർത്ഥത്തിൽ സത്യം ബോധ്യപ്പെട്ടു തുടങ്ങി സഭാ മേലധികാരികൾക്ക് എന്നു തന്നെയാണ്. സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ അപകടകാരികളല്ല. അവരിവിടുത്തെ സംവിധാനങ്ങൾ തച്ചുടയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്കൊന്നേ ഉള്ളൂ, പത്രോസിന്റെ സിംഹാസനത്തെ ശക്തിപ്പെടുത്തുക. പത്രോസിന്റെ സിംഹാസനത്തെ ദുർബലപ്പെടുത്തുവാൻ ആര് ശ്രമിച്ചാലും ശക്തിയുക്തം ജീവൻ ബലിയർപ്പിച്ചാണെങ്കിലും ജീവൻ വെടിഞ്ഞാണെങ്കിലും പത്രോസിന്റെ സിംഹാസനം ഉറപ്പിച്ചു നിർത്തുവാൻ വിശ്വാസ സമൂഹം രക്തം ചിന്തിയും ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന സന്ദേശം സഭാ മേലധികാരികൾ ഗ്രഹിച്ചു തുടങ്ങി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇന്ന് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 300 ചില്ലാനം പള്ളികളിൽ ഈ ദുഃഖവെള്ളിയുടെ കർമ്മങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ മിക്കവാറും എല്ലാ പള്ളികളിലും തന്നെ കുരിശിന്റെ വഴിയുമുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, കൃത്യമായിട്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് ഈ കർത്താവ് ഒരു കുരിശിന്റെ വഴിയിൽ സന്നിഹിതനായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കൂടെയാണ്. കാരണം നമ്മൾ പീഡിപ്പിക്കപ്പെട്ടവരാണ്, നമ്മൾ അവഗണിക്കപ്പെട്ടവരാണ്, നമ്മൾ ദുഃഖിതരുമാണ്. 5 വർഷമായിട്ട് നമ്മൾ അഭയാർത്ഥികളെ പോലെ അല്ലെങ്കിൽ ഭിക്ഷാന്തേഹികളെ പോലെ ഈ മൗണ്ടിന്റെ വാതിക്കൽ വന്ന് നിൽക്കുന്നത് ഇവിടെ നിന്ന് ഒരു സെന്റ് സ്ഥലം കിട്ടാനല്ല, അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികമായ എന്തെങ്കിലും നേട്ടം ലഭിക്കാനല്ല. സഭയുടെ കുർബാന, സഭ നമുക്ക് ദാനമായി തന്ന കുർബാന മറ്റ് 34 രൂപതകളിലെയും പോലെ നമ്മൾക്ക് ലഭിക്കുക എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം. ജോർജ് പുല്ലാട്ട് സഹോദരൻ ഈ അടുത്ത കാലത്താണ് ശക്തമായിട്ട് പ്രവാചകനെ പോലെ മുമ്പോട്ട് വന്നത്. അതുപോലെ പ്രവാചകരാകാൻ കഴിവുള്ളവരാണ് ഇവിടെ നിൽക്കുന്ന നമ്മളെല്ലാവരും. വിശുദ്ധ ഗ്രന്ഥത്തിലെ അധികം പ്രവാചകരൊന്നുമില്ല ഇവിടെ, അതിലധികമുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി, എല്ലാ ശുദ്ധീകരണ ആത്മാക്കൾക്കായി, സഭയെ തകർക്കുന്ന എല്ലാ പൈശാചിക പ്രവർത്തനങ്ങളും അന്ധകാര ശക്തികളും നിർവീര്യമാക്കപ്പെടുന്നതിന് വേണ്ടി ആഗോള സഭയിലും സുറമലബാർ സഭയിലുമുള്ള പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള എല്ലാ അസ്വസ്ഥതകളും ഭൂമിവിലക്കുകളും കൊടുങ്കാറ്റുകളും എല്ലാം ഇല്ലാതാകുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് സുറമലബാർ സഭയിലുള്ള അസ്വസ്ഥ ഇല്ലാതാകുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഈ പ്രാശ്ചിത്വത്തെ കാഴ്ചവെക്കുന്നു. അങ്ങയുടെ പരിഹാര വിധിയോട് ചേർത്ത് ഞങ്ങളുടെ ഈ ചെറിയ പ്രാശ്ചിത്ത പ്രവൃത്തിയെ സ്വർഗത്തോളം ഉന്നതമായ ഫലമുളവാക്കുന്ന പ്രവൃത്തിയായി രൂപീകരിച്ചതിനോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. ഈ ആത്മീയ സമരത്തിൽ നേതൃത്വം കൊടുക്കുന്ന വ്യക്തികളെ, അവരുടെ കുടുംബാംഗങ്ങളെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുന്നതിനോർത്തും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. ഈ പ്രാശ്ചിത്ത പ്രവൃത്തിയിലൂടെ, ഈ നിമിഷങ്ങളിലൂടെ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ശാരീരികവും മാനസികവുമായ സൗഖ്യങ്ങളും ഞങ്ങൾക്ക് അജ്ഞാതങ്ങളായ പൈശാചിക പ്രവർത്തനങ്ങളിൽ ഞങ്ങളെ മോചിപ്പിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കഞ്ഞി കുടിച്ച് വിശ്വാസികൾ മടങ്ങി. സത്യവിശ്വാസികളുടേതാണ് സഭ എന്ന് നിരന്തരം പ്രഘോഷിക്കുന്ന മെത്രാന്മാർ വിശ്വാസികളോട് സ്വീകരിച്ചിരിക്കുന്ന ഇടയ നയം ഇതാണെന്ന് സത്യവിശ്വാസികൾ അറിഞ്ഞിരിക്കണമല്ലോ. വിശ്വാസികൾക്കായി ഗേറ്റ് തുറന്നിടുകയും ഏതെങ്കിലും മെത്രാനോ വൈദികനോ അവരെ കണ്ട് സന്ദേശം കൊടുക്കുകയും ഒന്ന് പുഞ്ചിരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ
വാതോരാതെ പുണ്യം പറയുന്നതിനേക്കാൾ എത്രയോ വലിയ പുണ്യമാകുമായിരുന്നു.